ഹലോ ഗൈസ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയുള്ള തത്രപ്പാട്ടിലാണ് ഗൈസ്. അപ്പോൾ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിട്രാക്ടർ പൊട്ടിപ്പോയി, തിരിക്കുന്ന ഇത് പൊട്ടിപ്പോയി ഗൈസ്. അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഞാനൊരു ബ്രഷ് ഇട്ട് തോണ്ടി ലിപ് ബാം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ മുഖം കഴുകി, ഫേസ് വാഷ് ചെയ്തു, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ഇപ്പോൾ ലിപ് ബാം ഇട്ടു. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം ഫൗണ്ടേഷൻ ഉപയോഗിക്കാത്ത ആളല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഈ കുഞ്ഞ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഷെയ്ഡാണ് ഗൈസ്. ഇതെനിക്ക് കറക്റ്റ് ബ്ലെൻഡായി പോകും. അപ്പോൾ ഇതിനേക്കാളും നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക് ഉള്ള ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഇത് R32 ഹണി R32 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ ചെറുതായിട്ട് കുറച്ചൊന്ന് നനച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മുഖത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകും ഗൈസ്. അത് എൻ്റെ ഒരു സ്കിൻ ടോണിന് എനിക്കിത് ചേരും. അപ്പോൾ എനിക്കെന്തായാലും അടിപൊളിയായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി പോകുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷനാണ്. പിന്നെ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. പിന്നെ ഇതിൽ SPF ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് അത്രത്തോളം വരില്ലല്ലോ. നമ്മളിതിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിരുന്നു. ഞാൻ ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല ഇതുവരെയായിട്ടും. പിന്നെ എൻ്റെ മുഖത്ത് ഒരുപാട് കുരുക്കളുണ്ട് ഗൈസ്. കാരണം എനിക്കൊരു 1.5 മാസത്തോളം ഞാൻ ഭയങ്കര അൺഹെൽത്തി രീതിയിൽ ഫുഡ് കഴിക്കുക, പിന്നെ സ്കിൻ കെയർ ഒട്ടുമേ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായൊരു പ്രോബ്ലം നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇനി ഒക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ലാക്മിയുടെ എനിക്ക് തോന്നുന്നു നാച്ചുറൽ മാർബിൾ എന്ന് പറയുന്ന ഷെയ്ഡിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എനിക്കിത് കറക്റ്റ് ഷെയ്ഡാണ് ഗൈസ്. അപ്പോൾ ഞാൻ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാണ്. കോമ്പാക്ട് പൗഡർ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ ടാൽക്കം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കല്യാണത്തിന് പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കോമ്പാക്ട് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എന്നും കോമ്പാക്ട് അപ്ലൈ ചെയ്യാറില്ല ഗൈസ്. ഞാൻ ടാൽക്കം പൗഡർ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോമ്പാക്ട് ഞാൻ മൂക്കിൻ്റെ കണ്ണിൻ്റെ ആ ഭാഗത്ത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം ഗൈസ്, പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓയിലി പോലെ എനിക്ക് വരാറുണ്ട്, ഇങ്ങനെ വിയർത്ത് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതിടുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഐബ്രോ സെറ്റ് ചെയ്യാനുള്ള കാര്യം നോക്കുകയാണ്. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാറില്ല, ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടുമില്ല. പിന്നെ ഞാൻ ഈ ഫേസ് ഷേവ് ചെയ്യുന്ന നമ്മൾ ആ ഒരു ഇത് ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കൊടുക്കാറുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. ഇന്ന് വരെ ബ്യൂട്ടി പാർലറിൽ പോയി ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുള്ള സമയവും സാഹചര്യവും കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ചെയ്ത് നോക്കാത്തത്. അപ്പം ഞാനും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ബ്രഷ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഗൈസ്. മേക്കപ്പ് ഒന്നും അറിഞ്ഞൂടാത്ത എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. എനിക്ക് വലിയ ഇത് അറിഞ്ഞൂടല്ലോ, നമുക്ക് ജീവിച്ച് പോകാന്നുള്ള രീതിയിലുള്ള മേക്കപ്പ് അറിയാം. അപ്പോൾ അത് ചെയ്യാൻ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ മാത്രമല്ല നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് അത് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നല്ല ചീകി അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐലൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ ക്യാമറ നോക്കി ചെയ്യാൻ ഭയങ്കര പാടാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ ഓഫ് ചെയ്ത് കണ്ണാടി പോയി ചെയ്യാം. അതാണ് ഞാനിപ്പോൾ അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐലൈനർ അത്യാവശ്യം തിക്കായിട്ട് വരച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ താഴെ അടിഭാഗത്ത് കരി വരച്ചു കൊടുത്തില്ല. പക്ഷേ അവസാനം ഞാൻ റെഡിയായി നിൽക്കുമ്പോഴത്തേനും ഞാൻ കരി വരച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരം ഓടിപ്പോയി കരി വരച്ചതാണ്. പിന്നെ എനിക്ക് ഈ പൊട്ട് തൊട്ട് കൊടുത്തപ്പോൾ എനിക്ക് അത്ര കറക്റ്റായിട്ട് തോന്നിയില്ല. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത, കാരണം എനിക്ക് സ്റ്റിക്കർ പൊട്ട് തീർന്നു പോയി ഗൈസ്. ഞാൻ മറന്നുപോയി വാങ്ങിച്ചു വയ്ക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മായിച്ചിട്ട് ഒരു അടിപൊളി ആയിട്ട് ഒന്നും കൂടെ കുറച്ചുകൂടി താഴോട്ട് ഇറക്കി പൊട്ട് തൊടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കത്ര ഇതായില്ല. പിന്നെ ഗൈസ് ഞാൻ ഇട്ടിരിക്കുന്നത് എൻ്റെ ഓണക്കോടിയാണ്. എൻ്റെ അമ്മ വാങ്ങിത്തന്ന ഓണക്കോടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഗൈസ്. കൊള്ളാമോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അത് മായിച്ചിട്ട് നല്ലതായിട്ട് പൊട്ട് തൊടാൻ പോവാണ്. അപ്പോൾ നമ്മൾ എക്കാലത്തെയും ആയിട്ടുള്ള നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് അതേ ശരിയാവുള്ളൂ ഗൈസ്. എനിക്ക് വേറെ ഐലൈനർ ശരിയാവില്ല. ഇത് വാട്ടർ പ്രൂഫൊന്നുമല്ല, പെട്ടെന്ന് പോവും. എന്നാൽ കൂടിയും ഇതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ തലമുടിയിലോട്ട് ഞാൻ കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ തലമുടി ചീകി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഓയിൽനെസ് ഒന്നുമില്ല. ഞാൻ ഷാമ്പു ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഷാമ്പു ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു മോതിരമാണ് ഞാൻ ഇടുന്നത്. കാരണം എൻ്റെ കൈ ഇങ്ങനെ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ വേറൊന്നും പെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു മോതിരം, പിന്നെ മാലയുടെ ആവശ്യമില്ല, ഒരു കമ്മൽ ഇടണം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ 2 ലിപ്സ്റ്റിക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. നല്ല ഷെയ്ഡ് കിട്ടി ഗൈസ്. ഇത് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഇത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ എനിക്ക് കൊള്ളാം. ഇതിന് നിങ്ങൾ ഓറഞ്ച് എന്ന് കാണില്ല, നല്ല ബ്രൈറ്റ് റെഡാണ് കേട്ടോ. നല്ല ഓറഞ്ച് എന്നല്ല, നല്ല ബ്രൈറ്റ് റെഡാണ്. ഇതിലൊരു ഓറഞ്ച് ഒക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്.
എന്നിട്ട് നമ്മുടെ ന്യൂഡ് ബ്രൗൺ പോലെ ഇരിക്കുന്ന ആ ഒരു ഷെയ്ഡും കൂടെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു ഷെയ്ഡ് കിട്ടും. പക്ഷേ ഇതിൽ മിക്സ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു എന്താണ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് തോന്നും. പക്ഷേ നമ്മൾ നോർമൽ ലൈറ്റിൽ നല്ല ഭംഗിയാണ് ഈ ഷെയ്ഡ് കാണാൻ വേണ്ടി. അത് ഞാൻ ഏതെങ്കിലും ഒരു ക്ലിപ്പിങ്സ് വീഡിയോ എടുത്ത് വെച്ചത് ലാസ്റ്റ് ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടും. പക്ഷേ ഇതിൽ ഭയങ്കര ഓവർ ലൈറ്റായി പോയെന്നൊരു തോന്നുന്നല്ലേ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്, ഉള്ള ലൈറ്റൊക്കെ ഇട്ടങ്ങ് എടുത്ത് അത്ര തന്നെ. അപ്പോൾ ഞാൻ നന്നായിട്ട് എനിക്കിതിൻ്റെ വോണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഈ ലിപ് ലൈനറിന് ആവശ്യമേ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തലമുടി ഇങ്ങനെയാണ്, കുറച്ച് ഒതുങ്ങിപ്പോയോ എന്നൊരു സംശയമുണ്ട്, എനിക്കറിയില്ല. പക്ഷേ തലമുടി ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ പൂ ലാസ്റ്റ് വെക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ പൂ കിട്ടിയില്ല, ഇപ്പോൾ അമ്മ പൂ വെച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, അപ്പോൾ ഞാൻ പൂ കിട്ടിയില്ല. പിന്നെ ഈ ഒരു കമ്മൽ ഇതും എനിക്ക് അമ്മ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പണ്ട് ഇതേപോലത്തെ കമ്മൽ ഉണ്ടായിരുന്നു, പക്ഷേ എന്താണ് അത് എനിക്ക് ഇങ്ങനെ തന്നെ വീണ്ടും കിട്ടുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് എന്താണ് ഞാൻ കമ്മൽ ഇട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ഒതുക്കണ്ടെന്നൊന്നും ഒരു മനസ്സിൽ തോന്നുന്നുണ്ട്. ഏതായാലും ഗൈസ് ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വന്നിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പോൾ നിങ്ങൾ ഈ സിമ്പിൾ ലുക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ സിമ്പിൾ ലുക്ക്. അപ്പോൾ എന്താണ് ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഒരുങ്ങാറുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.